Hi guys, today we are going to discuss the types of wages under the Minimum Wages Act 1948. There are three types of wages: the living wage, fair wage and minimum wage. Number 1, the living wage. Living wage എന്താണ് എന്ന് മിനിമം വേജസ് ആക്ട് 1948 ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത് കൂടുതലായിട്ടും എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് നിലനിൽക്കുന്നത്. So, the living wage is not defined in the Minimum Wages Act 1948 and it prevails in most of the economically advanced or developed countries. ഓസ്ട്രേലിയയുടെ ഫോർമർ അറ്റോർണി ജനറലായ ജസ്റ്റിസ് ഹിഗിൻസിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ആവറേജ് എംപ്ലോയിയുടെ നോർമൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുവാൻ പര്യാപ്തമായ വേജിനെയാണ് ദ ലിവിംഗ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റിസ് ഹിഗിൻസ്, he was the former Attorney General of Australia, defines the living wage as the one appropriate for the normal needs of the average employee regarded as a human being living in a civilized community. ഇനി ലിവിങ് വേജ് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, നല്ല ഒരു ലിവിങ്ങിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വേജ്. സോ ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് നോട്ട് മിയർലി ഫോർ അബ്സല്യൂട്ട് എസെൻഷ്യൽസ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഏതൊരു മനുഷ്യൻ്റെയും അബ്സല്യൂട്ട് എസെൻഷ്യൽസ് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ആഹാരം, പിന്നെ ക്ലോത്തിങ് വസ്ത്രം, പിന്നെ ഷെൽട്ടർ ഒരു പാർപ്പിടം. ഈ മൂന്ന് കാര്യങ്ങളും, ഈ അബ്സല്യൂട്ട് എസെൻഷ്യൽസ് ഫുൾഫിൽ ചെയ്യുക എന്നതിനു പുറമെ അവരുടെ കുട്ടികളുടെ പഠിത്തം, അതുപോലെ ഏതെങ്കിലും മിസ്ഫോർച്യൂൺസ്, ഡെത്ത്, ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫയർ പോലെയുള്ള മിസ്ഫോർച്യൂൺസ് നടക്കുമ്പോൾ ലഭിക്കുന്ന ഇൻഷുറൻസ്, അതുപോലെ അമ്യൂസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചിലവ് ആ ഒരു വേജസിൽ നിന്ന് എടുക്കുവാൻ കഴിയണം. പിന്നെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറും ആ ഒരു വേജസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേജസിനെയാണ് നമ്മൾ ദ ലിവിങ് വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിവിങ് വേജ് മസ്റ്റ് പ്രൊവൈഡ് നോട്ട് മിയർലി ഫോർ അബ്സല്യൂട്ട് എസെൻഷ്യൽസ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, but also for the education of children, some insurance against misfortunes like death, disability, fire, etc., some amusement or leisure, and for expenditure for self-development. Once again, there are three types of wages: the living wage, fair wage, and minimum wage. The first one is the living wage. The living wage is not defined in the Minimum Wages Act 1948. The living wage prevails in most of the economically advanced or developed countries. According to Justice Higgins, the living wage is the one appropriate for the normal needs of the average employee regarded as a human being living in a civilized community. The living wage must provide not merely for absolute essentials such as food, shelter and clothing, but also for the education of the children, some insurance against misfortunes like death, disability, fire, etc., some amusement or leisure, and expenditure for self-development of the employees. ഇനി സെക്കൻഡ് വൺ, ഫെയർ വേജ് എന്താണെന്ന് നോക്കാം. ഫെയർ വേജ് എന്നത് മിനിമം വേജിനേക്കാളും ഉയർന്നതാണ്. ഏകദേശം ഈ ലിവിങ് വേജിനോട് അടുത്ത് വരുന്ന ഒരു വേജാണ്. സോ നമുക്ക് പറയാം ഇത് മിനിമം വേജിൻ്റെയും ലിവിങ് വേജിൻ്റെയും ഒരു മീനാണ്, അല്ലെങ്കിൽ ആവറേജ് ആണ് എന്ന് പറയാം. ഫെയർ വേജ് ഈസ് എബോവ് ദ മിനിമം വേജ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി ടുവേർഡ്സ് ദി ലിവിങ് വേജ്. Fair wage is the mean or average between the minimum wage and the living wage. 4 ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫെയർ വേജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. The fair wage takes into consideration the following factors. Number 1, the productivity of labor. ലേബറിൻ്റെ കാര്യക്ഷമത. Number 2, prevailing rates of wages in the same or similar occupation in the same or nearby localities. സെയിമോ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ലൊക്കാലിറ്റീസിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷന് പ്രിവെയിലിംഗ് ആയിട്ടുള്ള വേജ്, നിലനിൽക്കുന്ന വേജ്. Number 3, the level of national income and its distribution. And number 4,
the place of the industry in the economy of the country. ഇൻഡസ്ട്രിയുടെ പ്ലേസ് കൺട്രിയുടെ എക്കണോമിയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്. ഈ 4 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് ഫെയർ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. Once again, what is the fair wage? Fair wage is above the minimum wage and approximately towards the living wage. Fair wage is the mean or average between the minimum wage and the living wage. The fair wage takes into consideration the following 4 factors. Number 1, the productivity of the labor. Number 2, prevailing rates of wages in the same or similar occupation in the same or nearby localities. Number 3, the level of national income and its distribution. And number 4, the place of the industry in the economy of the country. Now, the third one, minimum wage. Minimum wage considers only a mere subsistence of wage. Mere subsistence എന്ന് പറഞ്ഞാൽ വെറും ഉപജീവനം. സോ ഒരു എംപ്ലോയിയുടെ ഉപജീവനത്തിന് മാത്രം പര്യാപ്തമാകുന്ന രീതിയിലുള്ള വേജിനെയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സം എസെൻഷ്യൽ റിക്വയർമെന്റ്സ് സച്ച് ആസ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. The minimum wage provides for essential requirements of the employees such as food, shelter and clothing. If an industry is unable to pay to its workmen at least a bare minimum wage, it has no right to exist. So, ഒരു മിനിമം വേജ് പോലും അതിൻ്റെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയാത്ത ഒരു ഇൻഡസ്ട്രിക്ക് എക്സിസ്റ്റ് ചെയ്യുവാൻ, നിലനിന്ന് പോകുവാൻ ഒരു തരത്തിലുള്ള അധികാരവുമില്ല. ദർ ഇസ് നോ റൈറ്റ് ടു എക്സിസ്റ്റ്. ബട്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഡ്യൂ ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബർ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും തൊഴിലില്ലായ്മയുടെയും അൺഓർഗനൈസ്ഡ് ലേബറിൻ്റെയും ഓർഗനൈസ്ഡ് അല്ലാത്ത ലേബറിൻ്റെയും കാരണം only starvation wages are available. Starvation wages എന്ന് പറഞ്ഞാൽ പട്ടിണി മാറുവാൻ വേണ്ടിയുള്ള വേജസ്. സോ തൊഴിലാളികൾക്ക് ബെയർ മിനിമം വേജസ് എങ്കിലും പ്രൊവൈഡ് ചെയ്യുവാൻ കഴിയാത്ത ഒരു ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകുവാൻ ഒരു തരത്തിലുള്ള റൈറ്റുമില്ല. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഡ്യൂ ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബർ സ്റ്റാർവേഷൻ വേജസ് മാത്രമേ എംപ്ലോയീസിന് ലഭിക്കുന്നുള്ളൂ. ഇനി ബെയർ മിനിമം വേജിനും സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജിനും ഡിഫറൻസ് ഉണ്ട്. ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഹയർ ദാൻ ദ ബെയർ സബ്സിസ്റ്റൻസ് ഓർ മിനിമം വേജ്, പ്രൊവൈഡിംഗ് ഫോർ എഡ്യൂക്കേഷണൽ, മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് അമൈനിറ്റീസ്. ഒരു നിയമത്തിനാൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന വേജിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏത് സ്റ്റാറ്റ്യൂട്ടാണ് മിനിമം വേജ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? യെസ്, ദ മിനിമം വേജസ് ആക്ട് 1948. വെറും ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ ഇത് മാത്രമല്ലാതെ എഡ്യൂക്കേഷണലായിട്ടുള്ള, മെഡിക്കലായിട്ടുള്ള പർപ്പസസിനും മറ്റുള്ള അമൈനിറ്റീസിനും വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു വേജാണ് ദ സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് എന്ന് പറയുന്നത്. Once again, what is the minimum wage? Minimum wage considers only a mere subsistence of the wage. It includes some essential requirements such as food, shelter and clothing. If an industry is unable to pay to its workmen at least a bare minimum wage, it has no right to exist. But in underdeveloped countries, due to the unemployment and unorganized labor, only starvation wages are available. There is a difference between the minimum wage and the statutory minimum wage. The statutory minimum wage is prescribed by the statute and it is little higher than the bare subsistence or minimum wage. The statutory minimum wage provides for educational, medical requirements and other amenities. ഇനി ലിവിങ് വേജ്, ഫെയർ വേജ്, മിനിമം വേജ് എന്നൊന്നും പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യപ്പെട്ട ഒന്നല്ല. അത് കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ദ ലിവിങ് വേജ്, ഫെയർ വേജ് ആൻഡ് ദ മിനിമം വേജ് ആർ നോട്ട് ഫിക്സഡ് ബട്ട് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം.